LDC 2017 പൊതുവിജ്ഞാന ചോദ്യോത്തരങ്ങൾ. 2016 ഒളിമ്പിക്സിൽ 100 മീറ്റർ ഓട്ടമത്സരത്തിൽ ജമൈക്കൻ താരം ഉസൈൻ ബോൾട്ടിൻ്റെ വേഗം 9.81 സെക്കൻഡ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ എത്ര കേന്ദ്രങ്ങൾ? 1052. 2016 റിയോ ഡി ജനീറോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 67. ഇന്ത്യയിൽ നാണയ നിയമം നിലവിൽ വന്ന വർഷം 1955. ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ റെയിൽ കോറിഡോർ ഏത് സംസ്ഥാനത്തിലാണ്? തമിഴ്നാട്. 2016 വിംബിൾഡൺ കിരീടം നേടിയത്? ആൻഡി മറേ പുരുഷ വിഭാഗം, സെറീന വില്യംസ് വനിതാ വിഭാഗം. വനനശീകരണം നിരോധിച്ച ലോകത്തിലെ ആദ്യ രാജ്യം? നോർവേ. ഏതു നഗരങ്ങളെ ബന്ധപ്പെടുത്തിയാണ് ഇന്ത്യ നേപ്പാൾ ബസ് സർവീസ് ആരംഭിച്ചത്? പൊഖാറ, ഡൽഹി. ഇന്ത്യ തായ്ലൻഡ് സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേര്? മൈത്രി. ഏത് എയർപോർട്ടിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചക്രം 2016 സ്ഥാപിച്ചത്? ഇന്ദിരാഗാന്ധി വിമാനത്താവളം, ഡൽഹി. ഇന്ത്യയിൽ ആദ്യമായി കോർട്ട് സംവിധാനം കൊണ്ടുവന്ന ഹൈക്കോടതി? ഹൈദരാബാദ്. കേന്ദ്ര പദ്ധതി സമയബന്ധിതമായി നടപ്പിലാക്കുന്നുണ്ടെന്ന് വിലയിരുത്തുവാൻ കൊണ്ടുവന്ന സംവിധാനം? ദിശ. 2016 മാഗ്സസെ അവാർഡ് നേടിയ ഇന്ത്യക്കാർ? TM കൃഷ്ണ, ബസ്വാദ വിൽസൺ. അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ്റെ ധീരതയ്ക്കുള്ള അവാർഡ് നേടിയ ഇന്ത്യക്കാരി? ക്യാപ്റ്റൻ രാധിക മേനോൻ. ലോകത്തിലെ ഏറ്റവും വലിയ ചില്ലുപാലം ചൈനയിലെ അവതാർ കുന്നുകളിലാണ്. ഇതിൻ്റെ ശില്പി? ഹെയിം ഡോട്ടൺ. മണിപ്പൂരിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? നജ്മ ഹെപ്തുള്ള. ധീരതയ്ക്കുള്ള പരമോന്നത ബഹുമതിയായ അശോക ചക്ര 2016 നേടിയത്? ഹൻഗബൻ ദാദ. ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സിലെ ആദ്യ രാജ്യം? സ്വിറ്റ്സർലാൻഡ്. 2016 ഇന്ത്യയുടെ ഓസ്കാർ എൻട്രിയായ വിസാരണെ എന്ന സിനിമ സംവിധാനം ചെയ്തത്? വെട്രിമാരൻ. കേരള ഹൈക്കോടതിയിലെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? മോഹൻ M. ശാന്തനഗൗഡർ. ദേശീയ കൈത്തറി ദിനം എന്നാണ്? ഓഗസ്റ്റ് 7. ഗുജറാത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി? വിജയ് രൂപാനി. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിൻ്റെ പുതിയ ചെയർപേഴ്സൺ? റാണി സിംഗ് നായർ. അടുത്ത കാലത്ത് അന്തരിച്ച സിംഗപ്പൂരിൻ്റെ മുൻ പ്രസിഡന്റ്? SR നാഥൻ. ക്ഷമ ആരുടെ കവിതാ സമാഹാരമാണ്? സുനിത ജെയിൻ. ഇന്ത്യയിലെ ഊർജ വിതരണം കാര്യക്ഷമമാക്കാൻ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച മൊബൈൽ ആപ്പ്? തരംഗ്. 2016 കബഡി വേൾഡ് കപ്പ് കിരീടം നേടിയ രാജ്യം? ഇന്ത്യ. ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ചെയർമാൻ? PL പൂനിയ. സ്കിൽ ഇന്ത്യ മിഷൻ്റെ ബ്രാൻഡ് അംബാസഡർ? സച്ചിൻ ടെണ്ടുൽക്കർ. കേരളത്തിൽ ആദ്യമായി വാട്ടർ മെട്രോ സംവിധാനം നിലവിൽ വരുന്നത്? കൊച്ചി. ഒരു ഫയൽ CD-ROMലേക്ക് പകർത്തുന്ന പ്രക്രിയ? ബേണിംഗ്. 2016 ഏത് രാജ്യവുമായാണ് ഇന്ത്യ DTAA ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചത്? സ്ലൊവീനിയ. 2016 സെപ്റ്റംബർ 17 കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ മിസൈൽ നശീകരണ യുദ്ധക്കപ്പൽ? INS മോൾ മുഗാവോ. ഇന്ത്യയിലെ നിയമ കമ്മീഷൻ ചെയർമാൻ? ജസ്റ്റിസ് ബൽവീർ സിംഗ് ചൗഹാൻ. 2016 റിയോ ഡി ജനീറോ പാരാലിമ്പിക്സിൽ
ജാവലിൻ ത്രോയിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ദീപ മല്ലിക്. 25ാമത് സരസ്വതി സമ്മാൻ ലഭിച്ചത് പത്മ സച്ദേവ്. HDFC ബാങ്കിൻ്റെ നിലവിലെ CEO ആദിത്യ പുരി. 2016 ഫോർമുല 1 ഗ്രാൻഡ് പ്രീ ലോക കിരീടം നേടിയതാര്? നിക്കോ റോസ്ബർഗ്. ഇന്ത്യയിലെ ആദ്യ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത് ജോൺ മത്തായി. ഇന്ത്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങൾ 2016 നടത്തിയ സംയുക്ത സൈനിക അഭ്യാസം ഇബ്സാമർ. ദ്രവണാങ്കം ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? കാർബൺ. ഇന്ത്യൻ ആർമി 2016 ഏപ്രിൽ 17 രാജസ്ഥാനിൽ സംഘടിപ്പിച്ച ഫയറിംഗ് അഭ്യാസം ശത്രുജിത്ത്. ഇന്ത്യ, മംഗോളിയ 2016 സംയുക്തമായി സംഘടിപ്പിച്ച സൈനിക അഭ്യാസം നൊമാഡിക് എലിഫന്റ് 2016. ഇന്ത്യൻ വ്യോമസേന 2016 മാർച്ച് 18 സംഘടിപ്പിച്ച രാത്രി-പകൽ സൈനിക അഭ്യാസം അയൺ ഫിസ്റ്റ്. 24x7 പവർ ഫോർ ഓൾ എന്ന പദ്ധതി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. ഇന്ത്യ, നേപ്പാൾ 2016 നടത്തിയ സംയുക്ത സൈനിക അഭ്യാസം സൂര്യകിരൺ. കേരള സർക്കാരിൻ്റെ അവയവദാന പദ്ധതിയായ മൃതസഞ്ജീവനിയുടെ ബ്രാൻഡ് അംബാസഡർ മോഹൻലാൽ. ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ 2016 സംഘടിപ്പിച്ച സംയുക്ത സൈനിക അഭ്യാസം മലബാർ 2016. ഇന്ത്യ, അമേരിക്ക വ്യോമസേനാ വിഭാഗം 2016 മെയ് 13 അലാസ്കയിൽ സംഘടിപ്പിച്ച സംയുക്ത സൈനിക അഭ്യാസം റെഡ് ഫ്ലാഗ്. 2016 ഏപ്രിൽ 23 ഇന്ത്യൻ ആർമി ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ സംഘടിപ്പിച്ച സൈനിക അഭ്യാസം ജൽ പ്രദാൻ. നാറ്റോ പോളണ്ടിൽ സംഘടിപ്പിച്ച ഏറ്റവും വലിയ സൈനിക അഭ്യാസത്തിൻ്റെ പേര് അനക്കോണ്ട 2016. ഇന്ത്യ, UAE 2016 ജൂൺ 3 സംഘടിപ്പിച്ച സംയുക്ത സൈനിക അഭ്യാസം ഡെസേർട്ട് ഈഗിൾ 2. ലോകത്തിൽ ആദ്യമായി ഡങ്കി വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഫിലിപ്പീൻസ്. 2016 കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ചിലി. 2016 ലോകത്ത് ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ കായിക താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് 100% നേട്ടം കൈവരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. ഏറ്റവും പുതിയ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സന്തോഷകരമായ രാജ്യം ഡെൻമാർക്ക്. ലോക സന്തോഷ ദിനം എന്നാണ് മാർച്ച് 20, 2015 വേർഡ് ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുത്തത് ഇമോജി. വിഷങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആർസനിക്. 2020 ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം ടോക്കിയോ. If you like our videos, please subscribe to our channel and don't forget to hit the like button below. For more question and answers, visit our website www.keralapscgk.com.